ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂബേസ് 5 അല്ലെങ്കിൽ ക്യൂബേസ് സോഫ്റ്റ്വെയറിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ നമ്മൾ മിക്സ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം ഞാനൊരു വർക്ക് ചെയ്തതിൻ്റെ ഒരു സീക്വൻസ് കേൾപ്പിച്ച് തരാം. അതിൻ്റെ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ബിഗിനറായിട്ടുള്ളവർക്കൊക്കെ എൻ്റെ നോളജിൽ നിന്ന് ഞാൻ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കാൻ പോകുന്നത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്, അത്യാവശ്യം എഫക്റ്റുകൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് ഇപ്പോൾ കാൻറ്റിനി വയലിനൊക്കെ യൂസ് ചെയ്യുന്നവർ എങ്ങനെ ആ ടോണിനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് കീബോർഡ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ മിക്സ് ചെയ്യാം, അതിൻ്റെ ലെവൽസ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ചാനൽ ഇഷ്ടമായ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഒരു ലൈക്ക് കൂടെ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ കാണുന്നത് നമ്മുടെ മോണിറ്റർ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ കള്ളിപ്പൂങ്കയിലെ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ സീക്വൻസാണ്. ഞാൻ വയലിൻ കവറിന് വേണ്ടി ചെയ്തതാണ്. അത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം, അതിന് തുടക്കം ഒന്ന് കേൾപ്പിക്കാം. അത് ചെയ്തേക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കിയറിയാം, നമ്മുടെ ഫസ്റ്റ് ട്രാക്ക് ഏറ്റവും ടോപ്പിലത്തെ ഞാൻ പിയാനോ ചെയ്തേക്കുന്നത്. പിയാനോ. അപ്പോൾ പിയാനോ ചെയ്തേക്കുന്നത് ഞാൻ ഇവിടെ മ്യൂട്ട് ചെയ്ത് അല്ല സോളോ ട്രാക്ക് കേൾപ്പിച്ചു തരാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇൻട്രോയ്ക്ക് വേണ്ടി ചെയ്തേക്കുന്നത്, അതിൻ്റെ കോഡ്സ് ചെയ്തേക്കുന്നതാണ്. അപ്പം നമുക്ക് ആ ഇൻട്രോ നമുക്ക് ജസ്റ്റ് അവിടെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു കോഡ്സ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേണ്ടി വരും. അപ്പം അതിൻ്റെ അടുത്ത് നമ്മൾ അതിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ളത് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ട്രാക്കിൻ്റെ നമുക്കൊന്ന് ലെവലിൽ നിന്ന് എടുത്ത് നോക്കാം. ഇതുണ്ടോ, നമുക്കിവിടെ ഒന്ന് അതിൻ്റെ ഈക്വലൈസ്, നമുക്കിവിടെ ഈക്വലൈസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മാറ്റി. ഇപ്പം നമുക്കിപ്പം ഇതിനു വേണ്ടി ഒരു ഈക്വലൈസ് വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ എക്സാമ്പിൾ ഇതിന് നമുക്ക് കുറച്ചൊന്ന് ഈക്യു ചെയ്യണം. ഈക്യു ചെയ്യുമ്പോൾ നമ്മളെന്നാൽ സ്റ്റുഡിയോ ഈക്യു എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം ബേസ് പിയാനോ, അപ്പം നമുക്കത് മാത്രം ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, കുറച്ച് നമ്മൾ ഹൈസ് കൂടാം. നമുക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബേസ് കൂടണമെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് നമുക്ക് ഇതുണ്ട്, ബാലൻസ് ചെയ്താൽ അതിൻ്റെ ആ ടോൺ ബേസ് കയറും. ഇവിടെ നമുക്ക് ഇതിൻ്റെ മിഡ് ഇത് കുറച്ച് ഹൈ കുറച്ചൊന്ന് കയറി കിട്ടും. നമ്മൾ കോഡ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി ഹൈ വേണ്ട. കോഡ്സും സെക്ഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഹൈസ് വേണ്ട, കുറച്ച് ബേസ് മതി. ബേസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ബേസ് ആകാനും പാടില്ല, ഒരു മീഡിയം ബേസിൽ നിൽക്കണം. അപ്പം ബേസ് നമുക്ക് ഹൈസ് കൂട്ടുമ്പോൾ നമുക്ക് എന്താ കുറേ ട്രബിൾ അങ്ങ് കയറും. ഇത്ര മതി. ഇപ്പം നമുക്ക് ട്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അത് ബാലൻസ്ഡ് ആയി കിടന്നോളൂ. ഓക്കെ, നമുക്കിതാണ് ഇപ്പോൾ നമുക്ക് പിയാനോടെ നമ്മൾ കോഴ്സിന് വേണ്ടി ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത് വരുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഈ പോർട്ടമെൻ്റ് ചെയ്തേക്കുന്നതിൻ്റെ അടുത്ത് നമുക്ക് ഈക്വലൈസ് ചെയ്യാം. നമുക്ക് ഇതിനെ കുറച്ചൊന്ന് കംപ്രസ് ചെയ്യണം, കുറച്ചും കൂടെ സ്ട്രോങ് ആകാം. നമുക്കത് കംപ്രസ് ചെയ്യാതെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. നിങ്ങൾ നേരെ ഈ ഓഡിയോ, ഏറ്റവും മേളത്തെ ഓഡിയോ എന്നുള്ള സെക്ഷനിൽ പോയിട്ട് പ്ലഗിങ്സ് എടുക്കുക. അത് നേരെ വന്നു കഴിയുമ്പം ഇതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഏത്
ഇതാണോ ചെയ്യേണ്ടതെന്നുള്ളത് അത് സെലക്ട് ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അതിൽ. അത് നിങ്ങൾ ഓഡിയോയിൽ പോവുക, പ്ലഗിൻസ് എടുക്കുക, ഡൈനാമിക് എടുക്കുക, കംപ്രസർ എടുക്കുക. ഓക്കെ, ഇവിടെ വന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് പ്രിവ്യൂ ചെയ്യാം. പ്രിവ്യൂ ചെയ്താൽ നമുക്ക് കേൾക്കാം. അല്ല, ഇനി അതിൻ്റെ ടോൺ നമുക്ക് എത്രമാത്രം അതിൻ്റെ ഗെയിൻ അതിൻ്റെ ആ ഒരു ഇത് കൂട്ടണം, റേഷ്യോ കൂട്ടണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് കൂട്ടിയാൽ മതിയാവും. ഇവിടെ ഞാൻ മേക്കപ്പ് എന്നുള്ളത് 8.5 കണ്ടോ? നമുക്കിവിടെ പ്രോസസ്സ് കൊടുത്താൽ അതോടെ നമുക്കിവിടെ കിട്ടി. ഇപ്പോൾ വായിച്ച് നോക്കുമ്പം ഇതിപ്പം നമുക്ക് ബാലൻസ്ഡ് ആയി. അടുത്ത നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത നമ്മൾ ചെയ്യുന്നത് ബേസ് ചെയ്തിട്ടുണ്ട്. ബേസിൻ്റെ ആ പാർട്ട് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് ബേസിൻ്റെ ഇതാണ്. ഈ ട്രാക്കാണ് ചെയ്തേക്കുന്നത്. ഈ കാണിക്കുന്ന ട്രാക്കാണ് നമ്മൾ ബേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് പ്ലേ നോക്കാം. ഓക്കെ, ഇത് നമുക്ക് എഫക്റ്റ് ചെയ്യാൻ കൊടുത്തേക്കുന്നത് എനിക്ക് നോക്കാം. നമുക്കൊന്ന് ഇതുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഈ ഒരു എഫക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അറീന എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ EQ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മുടെ അനുസരിച്ച് നമുക്കതിനെ EQ ചെയ്ത് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പം അതിന് ഒത്തിരി ഡിലേ റിവേർബ് ഒന്നും വേണ്ട, നമുക്ക് ഇത്ര മതിയാവും. അപ്പം നമ്മൾ ഓരോ ട്രാക്കായിട്ടാണ് ചെയ്യുന്നത്, ഓരോ ട്രാക്ക്. അപ്പോൾ നമ്മൾ കീബോർഡ് പ്രോ ചെയ്യുമ്പം ഓരോ ട്രാക്കായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ട്രാക്ക്, സെക്കൻഡ് ട്രാക്ക്, തേർഡ് ട്രാക്ക്. അതിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്യാം. എങ്ങനെയാണ് ട്രാക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യുന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ അർത്ഥം ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കേൾപ്പിച്ചു തരാം. അർത്ഥം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ റിതം ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത റിതത്തിൻ്റെ അടുത്തൊരു സെക്ഷൻ നമ്മൾ പിന്നെ ബാക്കിയുള്ള നമ്മൾ ഇവിടെ വയലിൻ ചെയ്തേക്കുന്നു. വയലിനെ കൊണ്ട് നിങ്ങൾ കാണിച്ചു തരാം. വയലിൻ മെയിനായിട്ട് ചെയ്തേക്കുന്നത് ഓക്കെ മീൻസ് ഇവിടെയാണ്. ഓക്കെ, ഈ ട്രാക്കാണ് വയലിൻ ചെയ്തേക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് കേൾപ്പിച്ചു തരാം. അപ്പം നമുക്ക് ഈ വയലിൻ ചെയ്യുമ്പോൾ ഏത് എഫക്റ്റ് കൊടുക്കണം നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ കിടക്കുന്ന നമുക്ക് ട്രാക്ക് നമുക്ക് പതിയെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. അതവിടെ കിടക്കട്ടെ. പുതിയൊരു നമുക്ക് എഫക്റ്റ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ട് നേരെ റിവേർബ് കൊടുക്കാം. റിവേർബ് എടുത്തിട്ട് റൂം വർക്ക് കൊടുക്കുക. ഓക്കെ, അത് നമുക്ക് വന്നു. ഇവിടെ ഒന്ന് കിടപ്പുണ്ട്, ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് കത്തീഡ്രൽ ചർച്ച അങ്ങനെയുണ്ട്. നമ്മൾ ഓരോ പാട്ടിൻ്റെ ഓരോ ടോൺ ബേസ് നമുക്ക് നയിക്കുന്നുണ്ടത് ഇനി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ ചെയ്യുന്നത് അതിൻ്റെ എഫക്റ്റുകൾ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. നമുക്ക് പ്ലേ ചെയ്തോളാം. ചർച്ച കൊടുക്കാം. ചർച്ച വരുമ്പോൾ കുറച്ചും കൂടെ സംഭവം കുറച്ച് സോഫ്റ്റ് ആവും. മറ്റേത് കുറച്ചും കൂടെ എൻ്റെ ഗെയിനും കാര്യങ്ങളെല്ലാം കയറി കിടക്കും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇത് 192 ആണ്. നമുക്ക് 180 എടുക്കാം. ഓക്കെ, ഇത് 5 ആണ്. നമുക്ക് 4 കൊടുക്കാം. ഉണ്ടോ? നമുക്കൊരു ഓക്കെ, നമുക്കിങ്ങനെ കുറച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കേട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. കേട്ടിട്ട് നമ്മൾ പതിയെ ചെയ്യുക. അപ്പോൾ ഓരോ ട്രാക്കുകളും നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് മൊത്തത്തിലൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, നമുക്ക് മൊത്തത്തിൽ ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ഒന്ന് കേട്ട് നോക്കാം.
ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഫൈനലി നമുക്ക് മിക്സ് ചെയ്യാൻ നേരത്ത് നമ്മൾ മിക്സർ എടുക്കുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഡിവൈസ് മേളിൽ പോവുക. മിക്സർ 1 2 3 ഉണ്ട്, 3 ഏതോ നമുക്ക് സെലക്ട് ചെയ്യാം. എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഓരോത്തിൻ്റെ വോളിയം ഈക്വലൈസ് ചെയ്യാം. നമുക്കെന്താ ഓരോ ചാനലിൻ്റെ വോളിയം നമുക്ക് ഈക്വലൈസ് ചെയ്യാം. വയലിനുള്ളത് വയലിൻ സോളോ ചെയ്തിട്ട് സോളോ നമുക്ക് അടിക്കുക. പിന്നെ വോളിയം പ്ലേ ചെയ്ത് നോക്കാം. വോളിയം കൊടുത്ത് വിടാം, ചെയ്ത് വിടാം. ഫൈനൽ മിക്സ് ഇടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മാസ്റ്റർ വെച്ച് മെയിനായിട്ട് നമുക്ക് മാസ്റ്ററിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മിക്സിങ് യൂണിറ്റ്. അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരാം, സീക്വൻസ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് റെക്കോർഡ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും, അതുപോലെ നമ്മുടെ ക്യൂബേസിനകത്ത് മിക്സ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമുക്ക് വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും ഇടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവരും വീഡിയോ കാണുകയും നമ്മുടെ ചാനലിനൊരു മോട്ടിവേഷൻ കൂടി ആവും. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പം നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.